അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബുൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഇന്നത്തെ നോമ്പ് തുറ സാധാരണ പോലെ തന്നെ ഒരു സ്നാക്കും ഡ്രിങ്കും പിന്നെ നാസ്തയും ഉണ്ട്. അപ്പം ചിലത് ഞാൻ ഓൾറെഡി കാണിച്ച റെസിപ്പീസ് ആയിരിക്കും. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കാണിക്കുന്ന വീഡിയോസിലൊന്നും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാറില്ല. പിന്നെ അത്താഴത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നാസ്തക്ക് ഉള്ളത് തന്നെയാണ് നമ്മൾ അത്താഴത്തിന് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചായയൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാനൊന്നുമില്ല. അതാണ് പിന്നെ അത്താഴത്തിൻ്റെ കാര്യമൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഇതിപ്പം രാവിലത്തെ കാഴ്ചയാണ്. വിളിമ്പി മരത്തിൽ ഇങ്ങനെ കുറേ ഉണ്ടായി, അതിപ്പോൾ പറിച്ചിട്ട് ഇങ്ങെടുത്തതാണ്. ഇതിപ്പോൾ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യമൊക്കെ വിളിമ്പീൻ്റെ അച്ചാർ ഉണ്ടാക്കി ഇടലുണ്ട്. അപ്പോൾ ഇന്നിപ്പം അച്ചാറൊന്നും ഉണ്ടാക്കുന്നില്ല, ഓൾറെഡി കുറച്ച് അച്ചാർ ഉണ്ടാക്കിയത് അവിടെ ഉണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് കഴുകിയിട്ട് മൂക്കും ഇതൊക്കെ കളഞ്ഞിട്ട് വേവിച്ച് വെക്കും. അപ്പോൾ നമുക്കിനി മീൻ കറിയോ അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടുള്ള ചാറൊക്കെ ഉണ്ടാവുമല്ലോ, മുളകിട്ടത് ചാറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം ഈ വിളിമ്പി നമ്മൾ തക്കാളീൻ്റെ കൂടെ കുറച്ച് പുളിക്ക് പകരം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആ കറി. അപ്പോൾ അതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കെട്ടുപോവും, കേടായിപ്പോവും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിങ്ങനെ വേവിച്ചിട്ട് വെക്കും. അപ്പോൾ വിളിമ്പി ഇതേപോലെ തന്നെ നന്നായി കഴുകി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒരുപാടൊന്നും വേണ്ട, എന്താ പറയുക, ഒരു 1/4 ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സോ ഒക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ വേവ് നേരത്തെ കണ്ടോ, സാധാരണ ആ പച്ച കളറിൽ നിന്നും ഒരു യെല്ലോ കളറായി മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ വിളിമ്പിയും അങ്ങനെ കളറ് മാറി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ ചൂടാറിയതിന് ശേഷം ഏതെങ്കിലും ഒരു ബോക്സിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പുറത്ത് വെക്കരുത്, കേടായി പോവും. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പുളിക്ക് പകരം തക്കാളീൻ്റെ കൂടെയോ അല്ലെങ്കിൽ തക്കാളിയും പുളിയും ഇല്ലാണ്ട് ഈ ഒരു വിളിമ്പി മാത്രം ആക്കിയിട്ടും അങ്ങനെയും നമുക്ക് കറി ഉണ്ടാക്കാം. ഇതിപ്പോൾ കണ്ടോ, നന്നായിട്ട് കളറ് മാറി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഈ വിളിമ്പിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ബോക്സിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ചൂടാറട്ടെ. ഈ വിളിമ്പി വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പം അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ വിളിമ്പി ഇട്ടിട്ടുള്ള മീൻചാറാണിത്. മീൻചാർ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. തക്കാളിയും പുളിയും ഒക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ പുളിക്ക് പകരം വിളിമ്പി ഇട്ട് കൊടുത്താൽ മതി, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ എന്തായാലും വെറുംചോറ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് മീൻചാറും ചക്ക വറവ് കടുകിട്ടതുമാണ് ഇന്നും ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് ഒരു 4 മണിക്കാണ് വന്നത്. എന്തായാലും ഇറച്ചിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇറച്ചിച്ചോറ് ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അന്ന് ചക്ക കിട്ടിയത് കൊണ്ട് ഇറച്ചിച്ചോറ് മാറ്റി വെച്ചു. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി ഇറച്ചിച്ചോറൊന്നും ഉണ്ടാക്കാത്തത്. അപ്പം ചിക്കൻ വെച്ചിട്ടാണ് ഈ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് 1-2 വീഡിയോസ് ചിക്കൻ്റെതും ബീഫിൻ്റെതും ഒക്കെ കാണിച്ചിട്ടുണ്ട്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ. സാധാരണ ഇറച്ചിച്ചോറ് തൂങ്ങിച്ചെടുക്കുന്ന പോലെ തന്നെ ഓയിലും നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. പിന്നെ അതിലേക്ക് ജീരകങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിച്ചോറിന് ആ ഒരു ടേസ്റ്റാണ് കിട്ടേണ്ടത്. ചെറിയ ജീരകം, വലിയ ജീരകം, ഷാഹി ജീരകം, ഇത് മൂന്നും ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബിരിയാണി ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ഇട്ടിട്ട് അങ്ങ് മാളിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൂറ വന്നിട്ട് അടുത്തിരുന്ന് ഓളിങ്ങനെ മാളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഓളെ കൈമേൽ അങ്ങ് കൊടുത്തു, ഓളെന്നെ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുകയാണ്. ഇനി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി, ഒരു 2 ടീസ്പൂണൊക്കെ. ഞാനിപ്പം ഒരു 4 പച്ചമുളക് അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളിയാണ് ഞാൻ എടുത്തത്, വലിയ തക്കാളിയാണ്. അത് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ ചിക്കൻ വെച്ചിട്ട് പല വിധത്തിലുള്ള ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. ഞാൻ ഈ ഒരു ഗ്രേവി ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയതൊക്കെ കൂടെ മിക്സാക്കി വഴറ്റിയെടുത്തിട്ട് അരച്ചിട്ട് പിന്നെ ചിക്കനിലേക്ക് ഇട്ട് മിക്സാക്കിയിട്ട് അങ്ങനെയും ചോറുണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ കൊടുക്കുക, എല്ലാവരും ഒന്ന് ആ വീഡിയോ കണ്ടാൽ മതി. അപ്പോഴേക്കും ഞാനിപ്പം 1.5 ഗ്ലാസ് അളന്നിട്ട് നേരിയ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി കഴുകിയിട്ട് വെള്ളം ഊറാനായിട്ട് വെക്കണം. അങ്ങനെ പിന്നെ 1 മിനിറ്റൊക്കെയാണ് ഞാനിപ്പോൾ അടച്ച് വെച്ചത്. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് അങ്ങ് മാളി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ടങ്ങ് വഴറ്റിയെടുക്കാം.
അപ്പം ഞാനിപ്പം ചിക്കൻ ഓൾറെഡി വേവിച്ച് വെച്ച ചിക്കനാണ്. ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ച ചിക്കനാണ്. അതിൽ അത്യാവശ്യം മുളക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് മുളക് അധികം ചേർത്ത് കൊടുക്കാത്തത്. ഇനിയിപ്പം ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ആ ഉള്ളിയും തക്കാളിയും പൊടികളും ഒക്കെ ആ ചിക്കനിലൊന്ന് പിടിച്ച് വരണം. ചിക്കൻ ഒരു 90% എന്തായാലും വെന്ത് വന്നതാണ്, ബാക്കിയുള്ളത് ചോറിലങ്ങ് വെന്തോളും. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഓൾറെഡി അളന്നിട്ട് വെച്ച വെള്ളമാണ്. 1.5 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം അളന്നിട്ട് ചൂടാക്കാൻ വെച്ചത്. ആ ചൂടാക്കിയ വെള്ളത്തിൽ നിന്ന് ഒരു 3/4 ഗ്ലാസ്സാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് ആ ഗ്രേവി ഒന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് അരിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേവി ഇപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരി ഇട്ടിട്ട് ജസ്റ്റ് ആ ഒരു ഗ്രേവിയിലൊന്ന് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി ഇട്ടിട്ട് ആ മസാലയിലൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയില, ഞാനിപ്പം കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇറച്ചിച്ചോറിൽ ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് അടിപൊളിയായിരിക്കും. പിന്നെ ഒരു 2 ടീസ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈരിന് പകരം വേണമെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. നല്ലൊരു പുളിപ്പും കിട്ടും. പിന്നെ ചോറ് വിട്ടിട്ട് നിൽക്കുകയും ചെയ്യും, ഒട്ടിപ്പിടിച്ച് അങ്ങനെ കുഴഞ്ഞ പോലെ ആവില്ല. ഇനി എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ നൂറ മിക്സാക്കുമ്പം കുഴച്ചെടുക്കുമ്പം അത്ര എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് അല്ലാത്തത് കൊണ്ട് കുറച്ച് പ്രശ്നം, അത് ഞാനങ്ങ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ചോറിങ്ങനെ മസാലയിൽ കുഴച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായി തിളപ്പിച്ചെടുത്തിട്ട് ഉള്ള ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഞാനിപ്പം അളന്ന് വെച്ചിട്ടുള്ള 3 ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരാൻ തോന്നിയതുകൊണ്ട് കുറച്ചും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ചോറ് അവിടെ വെന്ത് വരട്ടെ. ഈ സമയത്തേക്കും സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇന്നലെ സമൂസ ഉണ്ടാക്കിയപ്പം കുറച്ച് ഷീറ്റ് ബാക്കി വന്നിരുന്നല്ലോ, അത് പിന്നെ ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഈ പൊരിച്ചെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ അതും മെനക്കേടാണ്. അതിലും നല്ലത് ഇതേപോലെ ഒരു കപ്പ് ഉണ്ടാക്കാം. അപ്പം ഞാനിതിപ്പം ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സിലിക്കൺ മോൾഡിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഷീറ്റ് ഒരു കപ്പിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. എന്താ പറയുക, എല്ലാം ഒരേ ഷേപ്പൊന്നും ആയിരിക്കില്ലല്ലോ, ഷേപ്പ് ഔട്ടായിരിക്കും, പല രീതിയിലുള്ള കട്ടിങ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ ഒരു കപ്പിൻ്റെ ഷേപ്പാക്കി വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഇടയിൽ കുറച്ച് ഓയിൽ അങ്ങ് പുരട്ടി കൊടുത്താൽ മതി. എന്നിട്ടത് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെക്കാം. ബേക്ക് ചെയ്യുമ്പം ഒരു 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇറച്ചിച്ചോറിൻ്റെ അതൊന്ന് തുറന്ന് നോക്കിയതാണ്. വെള്ളം വറ്റിയിട്ടുണ്ട്, എന്നാലും ഫുള്ളായിട്ട് അങ്ങ് ആറിയിട്ടില്ല, അടിയിലൊക്കെ കുറച്ച് നനവുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പം അടി തൊട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചോറ് നന്നായിട്ട് വെന്ത് വരും, ആ വെള്ളമൊക്കെ വറ്റി വരികയും ചെയ്യും. കണ്ടോ, നമ്മുടെ ചോറ് ഇപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നന്നായി വറ്റി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട്. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും മുകളിൽ വിതറിയിട്ട് അടച്ച് വെക്കാം. ഇനിയിപ്പം നമുക്ക് സ്നാക്കിൻ്റെ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്, ഒരു മസാലയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പം ഞാനിപ്പം അതൊരു 15 മിനിറ്റോളം അങ്ങനെ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തതാണ്. നല്ലൊരു ഷേപ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ചിക്കൻ്റെ മസാലയും കുറച്ച് വെജിറ്റബിൾസും കുറച്ച് മയണൈസും ഒക്കെ ഓരോ ലെയറാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം എല്ലാം കൂടെ ഇട്ട് മിക്സാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ വെജിറ്റബിൾസ് ഞാനിപ്പം കുറച്ച് കക്കിരി അരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഇതൊക്കെയാണ് എടുത്തത്. പിന്നെ സാധാരണ നമ്മൾ ഇറച്ചിപ്പത്തലിനൊക്കെ എടുക്കുന്ന ആ ഒരു ചിക്കൻ്റെ മസാലയാണ് എടുത്തത്. അങ്ങനെ ഇപ്പം സ്നാക്കും നാസ്തയും ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം ഡ്രിങ്കിന് വേണ്ടിയിട്ട് ഡ്രിങ്ക് എന്തായാലും ചെറിയ പഴം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും അവിൽ മിൽക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവിൽ മിൽക്കിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ 1-2 ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ചെറിയ പഴം പഞ്ചസാര ഇട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ആദ്യം ഞാനിപ്പോൾ ഒരു ലെയറായിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള അവിലും കുറച്ച് നട്ട്സും ഇട്ട് കൊടുക്കാം. അവിൽ ഞാൻ ബ്രൗൺ അവിലാണ് എടുത്തത്. വൈറ്റ് അവിൽ എടുക്കാം, പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് പദം വന്നു പോകും പാലൊക്കെ ഒഴിക്കുമ്പോഴേക്കും. അങ്ങനെ പഴം മിക്സിൻ്റെ മുകളിലായിട്ട് കുറച്ച് അവിൽ റോസ്റ്റ് ചെയ്തതും കുറച്ച് പിസ്ത റോസ്റ്റ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. എന്തൊക്കെയാണോ ഉള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ പൈനാപ്പിളും കുറച്ച് വത്തക്ക ഉണ്ട്, അതും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് എന്താ പറയുക മുന്തിരി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ അനാറുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അനാറുണ്ടായിരുന്നു, ലാസ്റ്റാണ് കണ്ടത്, എടുക്കാൻ മറന്നുപോയി. അപ്പം അതൊക്കെ അപ്പോൾ അതൊക്കെ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അത് ഇട്ട് കൊടുക്കാം. പിന്നെയും ഇനി ആ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് അങ്ങ് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നട്ട്സിൽ ഞാനിപ്പം കുറച്ച് പിസ്തയാണ് എടുത്തത്, അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നിലക്കടല ഉണ്ടെങ്കിൽ അതും എടുക്കാം. നിലക്കടലയാണ് മെയിനായിട്ട് ഇടാൻ. എൻ്റെ അടുത്ത് ഇപ്പോൾ നിലക്കടല ഇല്ല, തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം പിസ്തയാണ് എടുത്തത്. അങ്ങനെ ഗ്ലാസ് ഫുള്ളായിട്ട് ഞാനിപ്പം പഴം മിക്സും അതുപോലെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആയിട്ട് നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ ഞാനിപ്പം ഓരോ ലെയറായിട്ട് പാൽ ഒഴിക്കുന്നില്ല, മുകളിൽ നിന്നേ അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനി അടിയിലോട്ട് അങ്ങ് പോയിക്കോളും. ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, ഒരു വലിയൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ആ നടുഭാഗത്തുനിന്ന് ഒന്നങ്ങ് കുത്തി കൊടുത്താൽ മതി, പാൽ അടിയിലേക്ക് അങ്ങ് പോയിക്കോളും. അപ്പോൾ ഞാനിപ്പം എല്ലാം സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ബാക്കി പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടെ പിന്നെ മിക്സ് ആക്കിയിട്ടാണിത് കഴിക്കേണ്ടത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പാല് ഞാനിപ്പോൾ അത്യാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, അത് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. മുകളിൽ കുറച്ച് ചെറീസൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് അലങ്കരിച്ചിട്ടുണ്ട്, ഒരു കളർഫുൾ ആക്കിയിട്ടുണ്ട്. തിന്നാനും അടിപൊളിയായിരിക്കും ഈ ചെറീസൊക്കെ. അങ്ങനെ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങളാണ് ഇതൊക്കെ. പിന്നെ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പം പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും റമളാൻ വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്കിനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.